സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്സിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത് ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ. നിങ്ങളുടെ വീടിൻ്റെതാകുന്ന വാതിക്കലിൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ മനോഹരമാകുന്ന ഒരു ജലാശയം ഉണ്ടാവുകയും 5 നേരം അതിലിറങ്ങി നിങ്ങൾ വൃത്തിയായി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ, വല്ല അഴുക്കും ബാക്കി ഉണ്ടാകുമോ? ഫഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ. ഇല്ല നബിയേ, ഇല്ല നബിയേ. വീടിന്റെ വാതിക്കൽ മനോഹരമാകുന്ന ജലാശയം ഉണ്ടാവുകയും അതിൽ 5 നേരം ഇറങ്ങി കൃത്യമായി കുളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടുന്നാണ് അഴുക്കുണ്ടാവുക നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് ബുദ്ധിപരമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഫകദാലിക മസലു സലവാത്തിൽ ഖംസൂ. അപ്രകാരമാണ് 5 വഖ്ത് നമസ്കാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യമഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. ആ നിസ്കാരം നിങ്ങൾ 5 നേരം കൃത്യമായി നിർവഹിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖ്ത് നിസ്കാരം കറക്റ്റ് ആക്കിയാൽ രക്ഷപ്പെടും. അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ മകൻ കള്ളുകുടിക്കും ഉസ്താദ്, വ്യഭിചരിക്കും ഉസ്താദ്, സിനിമ കാണും ഉസ്താദ്, ഗെയിമിങ്ങിൽ അടിമപ്പെട്ടിരിക്കുകയാണ്, അതാണ് ഇതാണ്, എന്ത് പരിപാടിയും ഒഴിവായി. ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും എല്ലാ അശ്ലീലതയിൽ നിന്നും ഒഴിവാക്കാൻ ഉതകുന്നതാകുന്ന ഒരു അമല് നിസ്കാരമാണ്. നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും വിരോധിക്കപ്പെട്ട എല്ലാ തിന്മകളിൽ നിന്നും പരിപൂർണമായ ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിവുള്ളത് നിസ്കാരമാണ്. നിസ്കാരമാണ്. കറക്റ്റ് നിസ്കരിച്ചാൽ രക്ഷപ്പെട്ടു. കറക്റ്റായിട്ട് വേണം. ദുഹാ നമസ്കാരം കറക്റ്റായിട്ട് നിസ്കരിച്ചോ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ സന്ധികൾക്കും അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ ഉതകുന്നതാ 2 റക്അത്ത് ദുഹാ നമസ്കാരം. മുടക്കരുത്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. അല്ലാഹു തൗഫീഖ് നസീബാകട്ടെ. റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഗൗരവമായി എടുക്കണം ഈ ഉമ്മത്ത്, പ്രത്യേകിച്ച് സുന്നികൾ. നമ്മൾ സുന്നത്ത് ഒഴിവാക്കി കൊണ്ടുപോകാൻ പാടില്ല ജീവിതത്തിൽ. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണല്ലോ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. അതൊന്നും മുടക്കരുത്. മുടക്കാനുള്ളതല്ല. ചെറുപ്പക്കാരായ ആളുകളൊക്കെ അതൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയാണ്. ഫർദ് നിസ്കരിക്കാൻ തന്നെ പള്ളിയിലെത്തുന്നു, ബാങ്ക് കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, അപ്പോൾ ഒന്ന് ചാടി കയറും, വേഗം കയറി സുജൂദ് ചെയ്ത് റുക്അ ചെയ്ത് യാ അല്ലാഹ് ഹലാസ് കാരം കഴിഞ്ഞ ഉടനെ ചാടി ഇറങ്ങും. ഒരിക്കലും ചെയ്യരുത്. പ്രായമേറെയുള്ള ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല ഈ റവാത്തിബ് സുന്നത്ത്. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കണം. പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, കാരുണ്യത്തിന്റെ കവാടത്തെ എനിക്ക് നീ തുറന്നു തരണേ നാഥാ എന്ന് ദുആ ചെയ്യണം. നവൈതുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി പള്ളിയിലെ ഇഅ്തികാഫിൽ ഞാൻ ഇരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. കാരണം റബ്ബിന് വേണ്ടി റബ്ബിന്റെ ഭവനമാണ്. അൽ മസാജിദു ബുയൂതുല്ലാഹി ഫിൽ അർദ് തുളിഉ ലിഅഹ്ലി സമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മസാജിദു ബുയൂതുല്ലാഹി ഫിൽ അർദ്. ഭൂമിയിലുള്ളതാകുന്ന പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. തുളിഉ ലിഅഹ്ലി സമാ. ആകാശത്തുള്ളതാകുന്ന മലായികത്തുകൾക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ള പള്ളികൾ മുഴുവനും പ്രകാശം പൊഴിക്കുമേ. കമാ തുളിഉ നുജൂമുസ് സമാഇ ലിഅഹ്ലിൽ അർളി. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ആകാശത്തുള്ള അനന്തകോടി നശ്രത്ത താരകങ്ങൾ മുഴുവനും ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പ്രകാശം പൊഴിക്കുന്നത് പോലെ ആകാശത്തുള്ളവർക്ക് വേണ്ടി ഭൂമിയിലുള്ള പള്ളികൾ മുഴുവനും പ്രകാശിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ നമ്മൾ പ്രത്യേക ഇബാദത്തിലായി കഴിയണം. ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ച് കഴിയണം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ് തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ.
റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടകത്തലത്തിൽ പുരുഷന്മാരാകുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ നാമം ഉരുവിടുവാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലുവാനും അത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകളെ സംഘടിപ്പിക്കുവാനും അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. അവിടെ നമസ്കാരം കൊണ്ട് നിലനിർത്തണേ, ഇബാദത്തുകൾ ശ്രദ്ധിക്കണേ എന്നും പരിശുദ്ധമായ ഖുർആൻ. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, അല്ലാഹുമായി ബന്ധപ്പെട്ടുള്ള ആത്മീയമായ ചർച്ചയ്ക്ക് കളമൊരുക്കണം. അതിനു വേണ്ടിയിട്ടാണ് പള്ളി. ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ പാടില്ല. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി പള്ളിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു, യുഹിബ്ബിതു അമല 30 സനത, 30 വർഷത്തേതാകുന്ന അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുമേ എന്ന് അലി റളിയല്ലാഹു അൻഹു. 30 വർഷത്തെ അമല് പൊളിയും. പള്ളിക്കകത്ത് വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പള്ളിക്കകത്ത് വെച്ച യോഗം, ഇന്ന് പള്ളിക്കകത്ത് വെച്ചാണ് ഒച്ചപ്പാട് ബഹളവും. പള്ളി എന്തിനു വേണ്ടി എന്ന് പോലും ആളുകൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 30 വർഷത്തെ അമല് പൊളിയും. 30 വർഷത്തെ ഒറ്റ പ്രാവശ്യം സംസാരിച്ച അടുത്ത യോഗം കൂടുമ്പോൾ അതും കൂടി കഴിഞ്ഞു പിന്നെ മരിച്ചാൽ മതി. കാരണം കുഴിയിലോട്ട് നരകം ഉറപ്പാണ്. ആകെ 60 കൊല്ലമല്ലേ ജീവിച്ചോളൂ. ഇത്രയും കാലം ചെയ്തിട്ടുള്ള എല്ലാ അമലും പൊളിയാൻ 2 സംസാരം കൊണ്ട് തീരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പള്ളി നിസ്സാരമല്ല, റബ്ബിന്റെ ഭവനമാണ്. ഒരു വാക്കുപോലും പറയാൻ പാടില്ല. ഒരു വാക്കുപോലും ഇവിടെ നിന്ന് ആവശ്യമില്ല എന്ന് പറയരുത്. വളരെ അതബോട് കൂടി ഇരിക്കണം. എന്തെങ്കിലും ഒരു മാലിന്യം കണ്ടാൽ എടുത്തു കളയാൻ നിനക്ക് താല്പര്യം ഉണ്ടാണ്. അല്ലാതെ പള്ളിക്ക് വെളിയിലിറങ്ങിയിട്ട് ഞാൻ മെഹ്റാബിന്റെ അവിടെ ഒരു പല്ലിക്കാട്ടം കണ്ടിരുന്നു, അതുപോലെ എടുക്കാൻ ആളില്ല, ഒച്ചപ്പാടും വേണം. അവനെ നീ എടുക്കാൻ നിനക്കെന്താ വരുവോ? ഇതാണ് നമ്മുടെ സ്വഭാവം. അത് നമ്മൾ വേഗം എടുത്ത് വൃത്തിയാക്കി കളയണം. അതിന് വേറൊരാളും ആവശ്യമില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. ആബിദീങ്ങളെ ചേർക്കണേ അല്ലാഹ്. പള്ളിയോട് ആദരവ് വെക്കുന്ന മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ആദരവ് വെക്കണം. മറ്റൊരാൾ പള്ളിയെ അനാദരവ് കാണിക്കാൻ വന്നാൽ പോലും നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജൂത മനുഷ്യൻ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച സംഭവം നമുക്കറിയാം. നബിതങ്ങൾ സ്വഹാബത്തിനെ തടഞ്ഞില്ല. അയാൾ കാഷ്ടിച്ചെല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ പിടിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, പള്ളിയാണ് പവിത്രതയുള്ളതാണ്, ഇവിടെ ഒരിക്കലും ആരാധനയാണ്, ഇതിനുള്ളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ചോദിച്ചു, എന്താ നബി അദ്ദേഹത്തെ ആ മൂത്രമൊഴിക്കുന്ന സമയത്ത് തന്നെ ഓടിച്ചിരുന്നെങ്കിൽ? 2-3 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ അങ്ങനെ പേടിപ്പിച്ചാൽ അയാൾ പേടിക്കും. മൂത്രമൊഴിക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് പേടിപ്പിച്ചാൽ അത് പിന്നീട് അവർക്ക് പല അസുഖങ്ങൾക്കും കാരണമായി തീരും. ശാരീരികമായ അസുഖമുണ്ടാകും. 2, അയാളെ ഇങ്ങനെ ആ സമയത്ത് ഓടിച്ചാൽ പള്ളി മുഴുവൻ മൂത്രം ഉണ്ടാവും, ഓടിപ്പോയി. ഇതിപ്പോ അവിടെ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രം വൃത്തിയാക്കി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഒരാൾ തൊട്ടടുത്ത് കള്ളുഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് ആരോ പറഞ്ഞു അപ്പുറത്തെ പള്ളി പോയി മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു. അവൻ ആ കള്ളു കുടിച്ചിട്ട് ലെക്കില്ല കാര്യമില്ല, നേരെ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് നല്ലപോലെ മലർന്ന് കടന്നു എന്നാണ് മിഹ്റാബിന്റെ അവിടെ നിസ്കാരത്തിന്റെ മേൽ. അവസാനം പിന്നെ ആളുകളെല്ലാം കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവനെ പുറത്തു കൊണ്ടുപോകും. വേറൊരു ദേവാലയങ്ങളിൽ വേറെ വല്ല വിഷയമാണെങ്കിൽ കേരളം കത്താൻ അത് മതി. മുസ്ലിമീങ്ങളായതുകൊണ്ട് സമചിത്തത്തോടുകൂടി അവിടെയുള്ള ഉലമാക്കളും ഉമറാക്കളും എല്ലാവരും ഇടപെട്ടത് മാന്യമായി പരിഹരിച്ചു. പിന്നെ അവരൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സർക്കാരിനോട്, തൊട്ടടുത്തുള്ള ഈ ബാർ പരിപൂർണമായി അടച്ചുപൂട്ടണം, ഇവിടെ തൊട്ടടുത്തത് പാടില്ല. കാരണം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്, വലിയതാകുന്ന ഒരു പള്ളിയുടെ പരിസരങ്ങളാണ്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വീണ്ടും ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യാൻ ഇനിയും കാരണമായേക്കും എന്നുള്ളത് കൊണ്ട് പരിപൂർണമായി അത് അവിടെ നീക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ളതാകുന്ന അനാദരവുകൾ ഉണ്ടാവാൻ പാടില്ല. വളരെ ആദരവോടുകൂടി പവിത്രതയോടുകൂടി കാണണം. നിസ്കാരം ഇബാദത്തുമായി അവിടെ കഴിയണം. തഖ്വയോടുകൂടി കഴിയേണ്ടതാകുന്ന സ്ഥലമാണത്.
നിസ്കാരത്തെ കൊണ്ട് ഒഴിവാകാവുന്ന ആളുകൾ ധാരാളമുണ്ട്. അത്തരക്കാരോട് പറഞ്ഞിട്ടേ കാര്യമില്ല. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി തന്നെ നിസ്കാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.